അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ. അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ. അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. കരങ്ങളും യാചനാപൂർവ്വം പിടിച്ച് ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെ കാക്കുന്ന ദിവ്യ സ്നേഹമേ, എല്ലാവർക്കും സ്തുതിക്കാം. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓർത്ത് നന്ദി പറയാം. ശരീരത്തോടുകൂടെ, ആത്മാവോടുകൂടെ, മനസ്സോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കും നമ്മൾ. ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ഈശോയെ നമുക്ക് കാണാം. ഈശോ നമ്മുടെ കൂടെയുള്ളവനാണ്. ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഈ സമയങ്ങളിൽ ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ദൈവജനത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഏറ്റെടുക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിന്റെ ക്ഷീണങ്ങൾ, തളർച്ചകൾ, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ, എല്ലാത്തിൻ്റെ മേലും ദൈവത്തിന്റെ ശക്തി വന്നു നിറയട്ടെ. ദൈവത്തെ ആരാധിക്കാനുള്ള ശക്തി തരണമേ, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ശക്തി തരണമേ. ഈ ശരീരം കൊണ്ട് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ തരണമേ. കർത്താവെ, കട്ടിലേക്ക് കിടക്കുന്നവര്, രോഗികളായിട്ട് തകർന്നു പോയവര്, മനസ്സും ശരീരവും ക്ഷീണിച്ചു പോയ വ്യക്തികളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അനന്ത കൃപ, അങ്ങയുടെ അനന്ത കാരുണ്യം, അങ്ങയുടെ അനന്ത വാത്സല്യം, അങ്ങയുടെ അനന്ത ശക്തി സകല മനുഷ്യരുടെ മേലും ഈ സമയം വന്നു വീഴട്ടെ. ചേർന്ന് പാടി ആരാധിക്കാം. എല്ലാവരും ചേർന്ന് പാടുക. യേശുവേ ആരാധന, ഹൃദയം തുറന്ന് ആരാധിക്കാം. നമുക്ക് യേശുവേ ആരാധന, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. യേശുവേ ആരാധന, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ ആരാധന, ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. യേശുവേ ആരാധന, ദൈവം അനുവദിച്ച സഹനങ്ങളെ ഓർത്ത് നന്ദി പറയാം. യേശുവേ ആരാധന, നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവത്തെ ഓർത്ത് നന്ദി പറയാം. യേശുവേ ആരാധന, എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തെ ഓർത്ത് പാടാം. യേശുവേ ആരാധന, എല്ലാവരും ചേർന്ന് പാടി. യേശുവേ യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് രൂപവും രൂപഘടനയും നൽകി, ശരീരത്തിന് മേൽ ദൈവ സാന്നിധ്യം നൽകി ഞങ്ങളെ വളർത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തുള്ള എല്ലാ നിധികളെക്കാൾ ഞങ്ങളുടെ ശരീരത്തിൽ വന്നു വസിക്കുവാൻ, ഞങ്ങളുടെ ശരീരങ്ങളെ സക്രാരികളാക്കി മാറ്റാൻ പരിശുദ്ധ കുർബാനയിൽ എന്നും എപ്പോഴും വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ശാന്തമായിട്ടിരിക്കാം. നമ്മുടെ ശരീരത്തെ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ മേല് ദൈവത്തിന് ഒരു ആധിപത്യം നമുക്ക് സ്ഥാപിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങൾ ചിന്തിക്കപ്പെടുന്ന വലിയ വിഷയമാണ് ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ത്രിവിധ ശത്രുക്കളെക്കുറിച്ച്. നമ്മൾ ഇതിനു മുമ്പുള്ള ആത്മജ്വാല ശുശ്രൂഷയിൽ നമ്മളത് കേട്ടതാണ്, ഒന്നാമത്തെ ശത്രു ആരാണെന്നുള്ളത്.
നമ്മൾ ഇനിയും കേൾക്കാനിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ശത്രു ആരാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദൈവിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ദൈവിക അനുഭവത്തിലേക്ക് വളരാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകാൻ പോകുന്ന ശത്രുക്കൾ ആരാണ്. രണ്ടാമത്തെ ശത്രുവിനെ കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം, ചിന്തിക്കാം. ആ ശത്രുവിൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊത്തിരി വിചിന്തനം ചെയ്യേണ്ട ആവശ്യകത ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ട്. മറ്റാരുമല്ല, ശരീരത്തെയാണ് ആത്മീയ ജീവിതത്തിൽ, ആത്മീയ ലോകത്ത് ദൈവിക ജീവിതത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന രണ്ടാമത്തെ ശത്രു യഥാർത്ഥത്തിൽ ശരീരമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ശരീരം ദൈവം തരുന്നല്ലേ, അപ്പോൾ ഇങ്ങനെ ദൈവം അതൊരു ശത്രുവായിട്ട് കണക്കാക്കുന്നത്? ദൈവം തന്ന ശരീരത്തിന്മേൽ മനുഷ്യൻ ഏൽപ്പിക്കുന്ന ചില ക്ഷതങ്ങൾ അതവന് ശത്രുവായിട്ട് മാറുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ശരീരത്തെ ദൈവികമായി കാണാതിരിക്കുമ്പോഴുണ്ടാകുന്ന ശത്രുതയാണ് യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതത്തിൽ ശരീരത്തെ ഒരു ശത്രുവായി കണക്കാക്കുന്ന ഒരു രീതി നമ്മുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ശരീരത്തെക്കുറിച്ച് ബൈബിളും അല്ലെങ്കിൽ ലോകവും ഇങ്ങനെ കാണാറുണ്ട്. മനുഷ്യകുലത്തെ പൂർണ്ണമായിട്ടും സങ്കല്പിക്കുന്ന ഒരു ശരീരമായിട്ട് സങ്കല്പിക്കാറുണ്ട് മനുഷ്യകുലത്തെ. നമുക്കറിയാം, ഒരു മനുഷ്യജീവൻ ഉണ്ടാകുന്നത് ഒരു ശരീരത്തിൽ നിന്നാണ്. മറ്റൊന്ന് അധമ സ്വഭാവങ്ങൾ. നമുക്കറിയാം, ശരീരത്തിൻ്റെ പ്രവണതകളാണ് അധമ സ്വഭാവങ്ങൾ. ഒരിക്കലും മനുഷ്യൻ പോലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ചില സ്വഭാവ വൈകല്യങ്ങൾ ഇന്ന് മനുഷ്യനിൽ കണ്ടുവരുന്നു. ഒരു ബാല്യത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ ഒരിക്കലും പ്രായാധികത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ ആഴങ്ങളിൽ ചെയ്തു പോകേണ്ട ചില പ്രവൃത്തികൾ ബാല്യത്തിൽ, ചെറുപ്പത്തിൽ തന്നെ ഈ അധമ വികാരങ്ങൾ അമിതമായി വരുമ്പോൾ വീണുപോകുന്നതായിട്ട് കാണാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ബാഹ്യവും ഉപരിവിപ്ലവവുമായ ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് ശരീരത്തെ വിട്ടുകൊടുക്കുക. നമുക്കറിയാം, ശരീരത്തിന് ഈ ലോകത്തിൻ്റെ ചില പ്രവണതകളുണ്ട്, കാണിക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള അത് ഉപരിവിപ്ലവമാണ്. ഒരു ശരീരത്തെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ഈ ശരീരം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവികതയിലേക്ക് എത്താൻ പലപ്പോഴും തടസ്സപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ പറയാനുള്ളത് ജഡികതയാണ്. ശരിക്കും ശരീരത്തെ പറയുന്നത് ജഡത്തിൻ്റെ വാസനകൾക്ക് വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് ശരീരത്തെ ജഡികതയുടെ പര്യായമായിട്ട് പറയാറും കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് ചിന്തിക്കുന്നത്, നമ്മുടെ ശരീരത്തെ എത്രമാത്രം ദൈവം നല്ല നന്മയിൽ, വിശുദ്ധിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അതിനെ എത്രമാത്രം ഈ ലോകത്തിൻ്റെ മാർക്കറ്റിംഗ് സമുദായത്തിലേക്ക് വിറ്റ് ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മൂന്നാമത്തെ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയുടെ രണ്ടാമത്തെ പടവുകൾ നമുക്ക് കൂടുതൽ എളുപ്പമായിട്ട് യാത്ര തിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, ശരീരത്തിൻ്റെ പ്രവണതകളും വാസനകളും മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിൽ വലിയ സങ്കടനം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്, എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അത് എൻ്റെ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലും എൻ്റെ ശരീരത്തെ ഞാൻ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരെ പോലും വിശുദ്ധി വളർത്താൻ സാധിക്കും. ഈ കാലഘട്ടങ്ങളിൽ ഒരു മാധ്യമ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് ശേഷം ആ വ്യക്തി തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ ശരീരം വിറ്റുകൊണ്ട് അല്ലെങ്കിൽ ശരീരത്തെ ഈ ലോകത്ത് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടും ഞാൻ ഉണ്ടാക്കിയ പണമൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്ന രോഗത്തിന് പോലും ചികിത്സിക്കാൻ ഒന്നിനും ഉപകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിലെ അധമവാസനകൾക്ക് വേണ്ടി എൻ്റെ ശരീരത്തെ ഒരു തുട്ടു മണത്തിന് വേണ്ടി വിറ്റ് ചെലവഴിക്കുന്ന മാധ്യമ സംസ്കാരം പോലും ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം പോലും ഇന്ന് നിലനിൽക്കുന്ന ആത്മീയത പലപ്പോഴും ഒത്തിരി പേരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വെറുതെ നിഷേധിച്ചുകൊണ്ട് ഈ ശരീരത്തിൻ്റെ പ്രവണത ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് നിഷേധിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഞാനിങ്ങനെ നടക്കുള്ളൂ, നിങ്ങളെന്തിനു നോക്കുന്നു എന്നൊരു ചോദ്യം ഇന്ന് പലപ്പോഴും പല തലമുറകളിലുള്ള പെൺകുട്ടികൾ പറയാറുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എന്തിനു നോക്കുന്നു? സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, കണ്ണ് തന്ന ദൈവം നമ്മളോട് പറയുന്നത് കണ്ണടയ്ക്കാനാണെങ്കിലും കണ്ണടപ്പില്ലാത്ത ചില വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം തന്നെ അനേകരെ പാപികളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ഒന്ന്, നമ്മൾ അശുദ്ധിയിൽ ഈ ശരീരത്തെ നോക്കി വീഴാതിരിക്കുക. പിന്നെ നമ്മുടെ ശരീരം മറ്റുള്ളവർക്കൊരു കാഴ്ച മൂല്യങ്ങളായിട്ട് മാറാതിരിക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ ആത്മീയമായി വളരാൻ പറ്റില്ല. ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ ആ വ്യക്തി ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ശരീരത്തെ ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ഒത്തിരി ലിഫ്റ്റിക്ക് ഇടുന്നു, ഒത്തിരി ഇത് ചെയ്യുന്നു. എന്നാൽ ഈ വ്യക്തിക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും ആത്മീയമായ വളർച്ച സംഭവിക്കുന്നില്ല. പല തിന്മകളിലേക്കും പല സാഹചര്യങ്ങളിലും ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ വീണുപോകുന്നു. കാരണം എന്താ? ആ വ്യക്തിയുടെ ശരീരത്തെ മറ്റുള്ളവരുടെ മുന്നിൽ കാഴ്ച വസ്തുവായി വെക്കുന്നത് കൊണ്ട് കാഴ്ചകളെല്ലാം അദ്ദേഹത്തിന് ഒരു അപകടമായിട്ട് മാറുകയാണ്.
നമ്മൾ വചനത്തിലേക്ക് കടന്നു വന്നാൽ കൃത്യമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-7 ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ആ വ്യക്തി എത്ര പ്രാർത്ഥിച്ചാലും, കാരണം ശരീരത്തെ ദൈവത്തെക്കാൾ വലുതായി കാണുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. ഒരിക്കലും യേശുക്രിസ്തു തൻ്റെ ശരീരത്തെ ഒരിക്കലും ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടില്ല. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളെ കാണുമ്പോൾ കുട്ടികൾ എന്നോട് പറയാറുണ്ട്, നീ എന്തിനാണ് മുടി വളർത്തുന്നത്? യേശു മുടി വളർത്തിയിട്ടുണ്ടല്ലോ. യേശു ഒരിക്കലും ഒരു സ്റ്റൈലിഷിന് വേണ്ടിയിട്ട് ഒന്നുമല്ല, അതൊരു വ്രതമായിരുന്നു. കാരണം നാസീർ വ്രതം എന്ന് പറയുന്നത് വിശുദ്ധിയോട് ജീവിക്കാൻ, ജഡികാസക്തി ഇല്ലാതെ ജീവിക്കുന്നുവെന്ന് ലോകത്തിന് മുന്നിൽ സ്വയം തീരുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ് നാസീർ വ്രതം. ഇതെല്ലാം വളർത്തുന്ന പിള്ളേർ എന്തിനു വേണ്ടിയിട്ടാണ്? പലരെയും കാണിക്കാനും പലരെയും ആകർഷണ വലയത്തിൽ വീഴ്ത്താനും വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ജഡത്തിൻ്റെ പ്രവണത, അതുകൊണ്ടാണ് വചനം പറയുന്നത് റോമ 8:7 ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അവർക്ക് ദൈവസന്നിധിയിൽ പിന്നെ ഒന്നും ചോദിക്കാനുള്ള അവകാശമില്ല. കാരണം ദൈവം തന്ന ശരീരത്തെ ദൈവത്തിന് കാഴ്ചവെക്കാതെ ലോകത്തിന് കാഴ്ചവെക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ മക്കളെ എപ്രകാരം നമ്മൾ വളർത്തുന്നു. പലപ്പോഴും ഈ ലോകത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ പേപ്പറുകൾ, മാഗസിനുകൾ കാണുന്ന ചില ക്രൈമുകൾ, ഈ കാലഘട്ടത്തിൽ കാണുന്നത് ശരീരത്തോടുള്ള ആകർഷണം കൊണ്ടാണ് ഇന്ന് പല അമ്മയെ പീഡിപ്പിക്കുന്ന മക്കളുണ്ടാകുന്നത്. മാതാപിതാക്കൾ പലപ്പോഴും അപ്പൻ മക്കളെ പീഡിപ്പിക്കുന്ന കാലഘട്ടം ഉണ്ടാകുന്നത് ഈ ശാരീരിക പ്രവണതകൾക്ക് ഈ ലോകത്ത് വളരെ സ്ഥാനം കൊടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജഡത്തിൻ്റെ പ്രവണതകൾ ഉണ്ടാകുന്നതെല്ലാം തെറ്റല്ല. ജഡത്തിനൊരു പ്രവണത ഉണ്ടാകാം, അത് തെറ്റല്ല. എന്നാൽ അതനുസരിച്ച് ജീവിക്കുന്നൊരു തെറ്റാണ്. നമുക്കറിയാം, ഒരു ശരീരത്തിനൊരു വ്യക്തിക്ക് ഒരു പ്രവണത വരും, ബലഹീനത അല്ലെങ്കിൽ പ്രലോഭനം ഉണ്ടാകും. അതനുസരിച്ച് ആ വ്യക്തി ആ പ്രലോഭനത്തിൽ വീഴാനായിട്ട് സ്വന്തം ശരീരത്തെ വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പാവം. അതുകൊണ്ട് നമ്മളെപ്പോഴും തിരിച്ചറിയണം, ശാരീരിക പ്രവണതകളിൽ വീണു പോകാതിരിക്കാൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-8 പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. റോമക്കാർക്ക് എഴുതിയ 8 മുഴുവൻ തന്നെ ഈ ജഡത്തിൻ്റെ പ്രവണതകളുമായിട്ടുള്ളൊരു യുദ്ധത്തിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. റോമ 8:8 പറയുന്നത് ഇങ്ങനെയാണ്, ജഡക പ്രവണതയനുസരിച്ച് ജീവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. കണ്ടോ സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഈ ജഡത്തിൻ്റെ പ്രവണതയ്ക്ക് അനുസരിച്ച് ഒത്തിരി പേര് ജീവിക്കുന്നു. എന്നിട്ട് അവർ പറയും, എന്തുകൊണ്ട് ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല? ആത്മീയ ജീവിതത്തിലെ ഈ കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സം അവൻ്റെ ശരീരം തന്നെയാണ്. അവൻ്റെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരവുണ്ടെന്ന് ദൈവവചനം പറയുന്നു. അല്ലെങ്കിൽ അവനൊരു ഉത്തരവല്ല. എന്നാൽ ഈ ജഡത്തിൻ്റെ പ്രവണത അനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന ദുഷ്ടാരൂപിക്ക് വേണമെങ്കിൽ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. പ്രേമിക്കുന്നവർ വിവാഹം കഴിക്കുന്നു, എന്നിട്ട് ദൈവത്തിൻ്റെ പ്രീതിയാണെന്ന് പറഞ്ഞു നടക്കുന്നു. ഒരിക്കലും അല്ല, തിരിച്ചറിയുക. അതുകൊണ്ട് സ്നേഹമുള്ള ഒരു ആത്മജ്വാല എന്ന് പറയുന്നത് ഒരു സാധനത്തെ ഉരുക്കുന്നതാണ് ജ്വാല. നമുക്കറിയാം, ഒരു പച്ച വെള്ളത്തെ തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അശുദ്ധിയെല്ലാം കളയുന്ന, ഇതാണ് നമ്മൾ ഇന്ന് പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷ. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ശാരീരിക പ്രവണതകളെ ഞാൻ എപ്പോഴെങ്കിലും നിഗണിച്ചിട്ടുണ്ടോ? ആ നിഗനമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയുടെ തുടക്കം. അവിടെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹം കിട്ടും. അല്ലാതെ എല്ലാ പ്രവണതയ്ക്കും വിട്ടുകൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ മനുഷ്യനായി പോയില്ലേ, എനിക്കിങ്ങനെ ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലേ. അല്ല സ്നേഹമുള്ളവരെ, എങ്ങനെയാണോ എൻ്റെ ജീവിതത്തിൽ കൃപ വരുന്നത്? അതുകൊണ്ട് വചനം പറയുന്നത്, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ ഒരിക്കലും പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ദാവീദ് ദൈവത്തെ പ്രസാദിപ്പിച്ചത് അവൻ്റെ ജീവിതത്തിൽ ജഡികത ഇല്ലാത്ത കാലത്തായിരുന്നു. എന്നാൽ ജഡത്തിൻ്റെ താല്പര്യങ്ങളിൽ വീണ സമയത്ത് അവൻ ശരിക്കും തോറ്റുപോകുന്നുണ്ട്. സാംസന്റെ ജീവിതം എടുത്തു നിങ്ങൾ. അതുകൊണ്ട് വചനം പറയുന്നതെന്ന് അറിയൂ, അവൻ്റെ കൃപ നഷ്ടപ്പെട്ടത് അറിഞ്ഞുപോയില്ല. അവൻ്റെ ഉള്ളിലുള്ള കൃപ നഷ്ടപ്പെട്ടത് സാംസൺ അറിഞ്ഞിരുന്നില്ല. അവനിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടത് അവൻ അറിഞ്ഞില്ല. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി മക്കൾ ശുശ്രൂഷ ജീവിതത്തിൽ ജീവിച്ചിട്ട് പോലും ഈ ജഡിക തന്മകളിൽ വീണുപോയിട്ട് അവരറിയുന്നില്ല. സാംസനെ പോലെ അവൻ്റെ ജീവിതത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവൻ്റെ നാശം സംഭവിക്കാം. കുടുംബങ്ങളുടെ നാശം സംഭവിക്കുന്നത് സഭയിൽ തന്നെ പല ജീവിതങ്ങളും നശിച്ചു പോകുന്നതിന് ഒരു കാരണം പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നുണ്ടാണ്. പ്രവണതകളെ നിഹനിക്കുന്നവർക്കാണ് കൃപ ലഭിക്കുക. സ്നേഹമുള്ളവരെ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5:16 പറയാം. പൗലോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് വ്യാപരിക്കുന്നവൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുകയില്ല. കണ്ടോ, അവർക്ക് പ്രവണതയുണ്ട്, വാസനകളുണ്ട്. നമുക്കറിയാം, ഈ ലോകത്തുള്ള സകല വിശുദ്ധരും ജീവിതത്തിൽ ശരീരത്തിൻ്റെ പ്രവണതകളുടെ ജഡികാസക്തികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവർ ഈ വചനം പറഞ്ഞതുപോലെ ജീവിച്ചു. എന്താണ്? ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. തൃപ്തിപ്പെടുത്തിയാൽ പിന്നെ ജഡമായിരിക്കും എൻ്റെ ശരീരത്തെ നയിക്കുക, എൻ്റെ ആത്മാവിനെ നയിക്കുക, എൻ്റെ മനസ്സിനെ നയിക്കുക.
അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഈ ശരീരത്തിൻ്റെ പ്രവണതകളെ നിഹനിക്കാൻ പറ്റണം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം, ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. കണ്ടോ? അപ്പോൾ എൻ്റെ ശരീരം പലപ്പോഴും എൻ്റെ ആത്മാവിൻ്റെ പ്രവണതയ്ക്ക് പലപ്പോഴും തടസ്സമുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിവേചിച്ചറിയണം, എൻ്റെ ശരീരം എൻ്റെ ആത്മാവിനെ കൊന്നുകൊണ്ടിരിക്കുകയാണോ? അത് വചനം പറയണേ, ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. കണ്ടോ? രണ്ടും പ്ലൂരലായിട്ട് കടന്നു വരാം, ഒരേപോലെ കടന്നു പോകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ശരീരത്തെ ആത്മാവിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ വെട്ടിയൊരുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫലത്തിന് വലിയൊരു അഭിഷേകമുണ്ട്. വചനം പൂർത്തീകരിച്ച് പറയാണ്, അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്ന പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ വരുന്നു. കണ്ടോ? യഥാർത്ഥത്തിൽ എൻ്റെ ജഡവും എൻ്റെ ആത്മാവും രണ്ടും കൂടി ഒരു യുദ്ധം നടക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ. ആ യുദ്ധത്തിൽ ജയിക്കുന്നവനാണ് സ്വർഗരാജ്യം, ദൈവരാജ്യം ഈ ഭൂമിയിൽ തന്നെ കാണാൻ കൃപ ലഭിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ശരീരത്തിൻ്റെ പ്രവണതകളെ നമ്മൾ മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. എന്താണ് പ്രലോഭനം, എന്താണ് പാപം? ഇത് രണ്ടും തിരിച്ചറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പ്രലോഭനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവ തിരുമനസ്സിന് വിരുദ്ധമായി പ്രവർത്തിക്കാനുള്ള പ്രാരംഭഘട്ടത്തെ വിളിക്കുന്ന പേരാണ് പ്രലോഭനം. ഇപ്പം എൻ്റെ ശരീരത്തിൽ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ചെയ്യുന്നൊരു പ്രാരംഭഘട്ടം പ്രലോഭിപ്പിക്കുക പിശാച്. അതൊരിക്കലും ഒരു പാപമല്ല. അതുണ്ടെങ്കിൽ ദൈവം നിന്നിൽ പ്രസാദിക്കാൻ ആഗ്രഹിക്കുന്നു, പിശാചിനെ തോൽപ്പിക്കാൻ ദൈവം നിന്നിലൂടെ ആഗ്രഹിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ പാപം എന്താണ്? പ്രലോഭനം പാപമായി മാറുന്നത് എപ്പോഴാണ്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിങ്ങനെയാണ് പറയുന്നത്, പ്രലോഭനത്തിൻ്റെ ആദ്യ പടി കടന്ന് മ്ലേച്ഛമായ ആഗ്രഹം വളർത്തുകയും അനുസരണക്കേടിൻ്റെ ഏതെങ്കിലും പ്രവൃത്തിയിൽ ചെന്ന് വീഴുകയും ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ് പാപം. അപ്പോൾ പ്രലോഭനം ഉണ്ടായതിനെ ഞാൻ അനുസരണക്കേട്, എൻ്റെ ദൈവം പറയാണ്, മോനെ നീ അത് തോൽപ്പിച്ചിട്ട് വാ, ഞാൻ നിനക്ക് കൃപ തരാം. എന്നാൽ ഞാൻ തോൽപ്പിക്കാൻ വിട്ട ഞാൻ തോറ്റു വരുമ്പോഴുള്ള അവസ്ഥ നോക്കി. പഠിപ്പിക്കാൻ വിട്ട വിദ്യാർത്ഥി തോറ്റ് വീട്ടിൽ വരുമ്പോൾ അപ്പനമ്മയ്ക്കുണ്ടാകുന്നൊരു സങ്കടമില്ലേ? അതാണ് ദൈവത്തിന് പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകൾ വിട്ടുകൊടുത്ത് നമ്മൾ നശിക്കുമ്പോൾ ഉണ്ടാകും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. എൻ്റെ ഉള്ളിലെ ദുർമോഹങ്ങളെ ശരീരം കൊണ്ട് പ്രസവിപ്പിക്കാൻ പാടില്ല എന്നാണ് യാക്കോബ് പറയുന്നത്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് സ്നേഹമുള്ളവരെ, എങ്ങനെ നമുക്ക് ഈ ശരീരത്തെ ശക്തിപ്പെടുത്താൻ പറ്റും? അതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അത് പരിശുദ്ധാത്മാവ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ ഈ ശരീരത്തെ ആത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങും. അതാണ് ശിഷ്യന്മാർക്ക് സംഭവിച്ചത്, വിശുദ്ധർക്ക് സംഭവിച്ചത്. ഒരു കാലഘട്ടത്തിൽ മാരകപാപികളായി ജീവിച്ചവർ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ മേൽ ഒരു അഭിഷേകം കിട്ടി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജഡത്തിൻ്റെ മേലുള്ള ഈ പോരാട്ടത്തെ പരാജയപ്പെടുത്താൻ നമുക്കൊരു വഴിയുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ ആവാൻ പോവാം. അതുകൊണ്ട് നമ്മൾ ഈ ആത്മജ്വാല ശുശ്രൂഷി പ്രാർത്ഥിക്കാൻ പോവാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നറിയണം. നമുക്ക് ഈ സമയം കരങ്ങളൊന്ന് യാചനാപൂർവ്വം പിടിക്കുക. നിങ്ങളിരിക്കുന്ന ഇടങ്ങളെ മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി ഒരു നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളല്ല, ദൈവമാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത്. അതിനൊന്ന് ആഗ്രഹിക്കാം. 2 കരങ്ങൾ യാചനാപൂർവ്വം പിടിക്കുക. ആഗ്രഹിക്കുക, ഒരു പെന്തക്കൊസ്ത എൻ്റെ ശരീരത്തിൽ വന്നാൽ എൻ്റെ കുടുംബത്തിൽ മാറ്റം വരും, എൻ്റെ മക്കളുടെ ജീവിതത്തെ മാറ്റിമറയ്ക്കും. എൻ്റെ ഉദരത്തിൽ നിന്നുണ്ടായ കുഞ്ഞാണെങ്കിൽ ഒരു അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ ഉദരത്തിൽ ഈ കുഞ്ഞ് വളരുന്ന കാലഘട്ടത്തിലുണ്ടായ ശാരീരിക പ്രവണതകൾ എൻ്റെ കുഞ്ഞിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണമേ. മദ്യപാനത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ വഴക്കുകളുടെ ഭിന്നതകളുടെ ഇടവഴികളിൽ ഞാൻ കടന്നുപോയപ്പോൾ, ഒറ്റയാക്കപ്പെട്ടപ്പോൾ ഞാൻ ചെയ്തു കൂട്ടി എൻ്റെ ജഡിക പ്രവണതകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉരുക്കി വാർക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അസാധ്യമായിട്ടൊന്നുമില്ല. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ കത്തുന്നൊരു ജ്വാലയുണ്ട് ആത്മാവിൻ്റെ. അത് എൻ്റെ കരങ്ങളിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക്, ഞാനായിരിക്കുന്ന ജോലിയിടങ്ങളിലേക്ക്, ഞാൻ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ ജീവിത പങ്കാളിലേക്ക്, എൻ്റെ സഭയിലേക്ക്, എൻ്റെ വൈദിക കൂട്ടായ്മയിലേക്ക്, എൻ്റെ സന്യസ്ത കൂട്ടായ്മയിലേക്ക് ഈ സമയം വന്നു നിറയണം.
ഒരു ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നേരിട്ട് ചൊല്ലാം. കർത്താവായ ദൈവമേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് ഈ സമയം നിറയ്ക്കണമേ. ഞങ്ങളുടെ ജഡത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുവാൻ കൃപ നൽകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവിക ശക്തിയെ ഈ സമയം ഞങ്ങളിൽ വന്ന് നിറയണമേ. ദാഹത്തോടെ അവിടുത്തെ ഞങ്ങൾ കേഴുന്നു. അവിടുത്തെ ആത്മാവിനാൽ അവിടുത്തെ ആത്മീയ ശക്തിയാൽ ഞങ്ങളിൽ വന്ന് നിറയണമേ, 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 നിറയണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ആത്മജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല ദൈവജനത്തിന്റെ മേലും ഈ സമയം ആത്മാവിന്റെ കൃപ വന്നറിയട്ടെ, ദൈവിക ശക്തി അറിയട്ടെ. ഇവരുടെ ജഡത്തിന്റെ മേലുള്ള എല്ലാ തിന്മയുടെ അരൂപികളെയും ഈ സമയം ദൈവിക ശക്തിയാൽ, ദൈവകൃപയാൽ ഈ സമയം വിടുതൽ സംഭവിക്കട്ടെ. ശലഭൂരി അലമരിയ, ശലഭൂരി അലമരിയ, ശലഭൂരി അലമരിയ, ശലഭൂരി അലമരിയ, ശലഭൂരി അലമരിയ. ദൈവത്തിന്റെ ആത്മാവേ, ദൈവിക ശക്തിയെ ഞങ്ങളുടെ ശരീരത്തിന് മേൽ ആവസിക്കുന്ന ആത്മാവേ, ഞങ്ങളുടെ ശരീരത്തിന് മേൽ മുദ്രവെക്കപ്പെട്ട ആത്മാവേ, ഈ സമയം വന്നു നിറയണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വന്നു നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. സ്തുതിച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എന്റെ ശരീരത്തിന് മേല് ഇതാ ദൈവത്തിന്റെ ആത്മാവ് എന്നറിയാൻ പോവാ. നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ ദൈവത്തിന്റെ ശക്തി എന്ന് പറയും. വിശ്വസിക്കുക, അടയാളങ്ങൾ സംഭവിക്കും. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പാടി. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും ചേർന്ന് പാടി. ആത്മാവേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഒരു സംഹാരദൂതൻ, ഒരു തിന്മയുടെ രൂപി ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ കടിഞ്ഞൂൽ പുത്രന്മാര് മരിക്കുന്നിടങ്ങൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മോശയിലൂടെ വെളിപ്പെടുത്തി. നിങ്ങൾ കുഞ്ഞാടിന്റെ രക്തമെടുത്ത് അത് കട്ടിലപ്പടിമ തെളിക്കുക. ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഒറ്റക്കണ്ണൻ പടയാളി കുത്തിമുറിവേൽപ്പിച്ചവിടുന്ന് ഒഴുകി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവരക്തത്തിന്റെ ശക്തി ഈ സമയം ഞങ്ങളുടെ ശരീരത്തെ കഴുകട്ടെ. ശിരസ് മുതൽ ഉള്ളംകാല് വരെ, കണ്ണുകളെ, കൈകാലുകളെ, ലൈംഗിക അവയവങ്ങളെ, ചിന്തകളെ, മനസ്സിനെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് ഞങ്ങളുടെ ശരീരത്തിൽ തരണം. കാണുന്നതെല്ലാം ദൈവത്തെ പോലെ കാണാൻ, കേൾക്കുന്നതെല്ലാം ദൈവസ്വരമായി കേൾക്കാനുള്ളൊരു കൃപ. ഞങ്ങൾ അധരം തുറക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലരുടെ മേൽ വന്നു വസിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അവിടുത്തെ തിരുരക്തത്താൽ, അവിടുത്തെ തിരുരക്ത അഭിഷേകത്താൽ ഈ സമയം ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, മുദ്രവെക്കണമേ, അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ
പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ